സാധാരണ വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി ചിക്കൻ എടുത്ത് മാറ്റി വെക്കാറുണ്ട്. അതെന്തിനാണെന്നറിയോ? പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഉഗ്രനായിട്ടൊരു കറി ഉണ്ടാക്കാനേ. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും പെരിഞ്ചീരകവും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കും. ഇടികല്ലിലിട്ട് ചതക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. ആ കുരുമുളകൊക്കെ നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടും കേട്ടോ. പിന്നീട് വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചതച്ചെടുത്തിരിക്കുന്ന ഈ ഒരു കൂട്ടും ഒരു തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് തക്കാളി നല്ല വെന്ത് സോഫ്റ്റായി വരുന്നത് വരെ വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് നല്ല പാകത്തിന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണെ. കശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് ഈ ഒരു ഗ്രേവി നന്നായിട്ട് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു പിടി ചിക്കൻ ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 1/2 കിലോയോളം ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ ചേർത്താൽ മതി. 1/2 കിലോ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് ഈ ചിക്കൻ ഒരു പകുതി വേഗം ആകുന്നത് വരെ വേവിച്ചെടുക്കാം. ചിക്കൻ ഒരു പകുതി വേവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് കുറുകി വരും. കണ്ടല്ലോ, ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കുറഞ്ഞാലും കുഴപ്പമില്ല. ഇച്ചിരി ഉരുളക്കിഴങ്ങ് മാത്രം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുന്നുണ്ട്. ആ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് പെരണ്ട് വരുന്നതാണ് പരുവം കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തീയങ്ങ് ഓഫാക്കിയിടാം. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ദോശയുടെ കൂടെ കഴിക്കാനാണെങ്കിലും ഇത് അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ലൈക്കൊന്നും മറക്കല്ലേ. താങ്ക്